നാളെയാണ് ആ വിധി ദിനം അല്ലേ? നാളെ തീരുമാനിക്കും ഇന്ത്യ ആര് ഭരിക്കണമെന്ന്. കേരളത്തിലുള്ള ആൾക്കാർ തീരുമാനിക്കും. രണ്ടാം ഘട്ട പോളിംഗ് ആണ്. 88 മണ്ഡലങ്ങളിൽ നാളെ വിധിയെഴുത്താണ്. നിങ്ങൾക്കറിയുന്ന പോലെ 13 സംസ്ഥാനങ്ങളിലാണ് ഈ പോളിംഗ് നാളെ നടക്കുന്നത്. അപ്പോൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചോദിച്ച വളരെ നിശബ്ദം എന്നൊക്കെ പറയും. അത് അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ശബ്ദായമാനമായിരുന്നു ഇന്നത്തെ പകലിൽ. നിങ്ങൾക്കറിയാം എത്ര വിവാദങ്ങളാണ് കൂടുപൊട്ടി വന്നത്. അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഈ വോട്ടേഴ്സിനെ സ്വാധീനിക്കുമോ? ഒപ്പം മുന്നണികളുടെ അവസാനവട്ട പ്രതീക്ഷകൾ മാറി മറിയുന്നുണ്ടോ? 20-ൽ 20 എന്ന് ആവർത്തിക്കുകയാണ് UDF. LDFിലെ ആവേശ കമ്മിറ്റിക്കാരനായ MLA PV അൻവർ ഇന്ന് അവകാശപ്പെട്ടത് 20-ൽ 18 എന്നാണ്. രണ്ടെവിടെ പോയി? അതെ. അപ്പോ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ എന്നാണ് BJP. അടിയൊഴുക്കുകൾ ഉണ്ടെന്നാണ് BJPയുടെ അവകാശവാദം. അത്ഭുതകരമായ അതിശയകരമായ അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് PK കൃഷ്ണദാസ് പറയുന്നു. 3 മേഖലകളിലെയും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷവീദ് റാവുത്തർ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം. ആദ്യം നമുക്ക് ഷവീദിലേക്ക് പോയല്ലോ. ഷവീദ് പറയൂ. അപ്പോൾ 3 പേർക്കും ഗുഡ് ഈവനിങ്. പറയൂ, എന്താണ് ഷവീദ് റാവുത്തർ നമുക്ക് പറയാനുള്ളത്? തലസ്ഥാന നഗരിയിൽ അടിയൊഴുക്കുകൾ ശക്തമാണോ? ഏതോ ബൂത്തിന് മുന്നിലാണ്. ബൂത്തുകൾ സജ്ജമായി തുടങ്ങിയിട്ടുണ്ട്. ബൂത്തുകൾക്ക് മുന്നിലാണ്. ദീപക് ധർമ്മടത്തിന്റെ മുഖത്തൊരു ചെറിയ ചിരിയുണ്ട്. വെരി ഗുഡ് ഈവനിങ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൂത്തിന് മുൻപിലാണ്, മണക്കാട് സ്കൂളിലെ ബൂത്തിന് മുൻപിലാണ്. നമുക്കറിയാം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നിശബ്ദമായിരുന്നില്ല ആ നിശബ്ദ പ്രചരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ സന്ദർശനങ്ങൾ നടന്നു, കൂടിക്കാഴ്ചകൾ നടന്നു, അടിയൊഴുക്കുകൾ നിശ്ചയിക്കേണ്ട ചർച്ചകൾ നടന്നു. അങ്ങനെ അതെല്ലാത്തിനും അപ്പുറം വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം മേഖലയിൽ എടുത്തു പറയാനുള്ളത് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലെ വിവാദങ്ങൾക്കുള്ള മറുപടി നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് പന്ന്യൻ രവീന്ദ്രന്റെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടത്. അതിലും സമാനമായ രീതിയിലുള്ള ചില രാഷ്ട്രീയ മുന്നറിയിപ്പുകളും രാഷ്ട്രീയ ഖേദം പ്രകടിപ്പിക്കലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും അതടക്കമുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങനെ തകൃതിയായി പോവുകയാണ്. എന്തായാലും നാളെ കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു. 20 മണ്ഡലങ്ങളിൽ നിന്നായി 194 സ്ഥാനാർത്ഥികൾ നാളെ ജനവിധി തേടുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷനകത്തെ ക്രമീകരണങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായും വിതരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയായി. കണക്കുകൾ പ്രകാരം 2,77,149,159 വോട്ടർമാരാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അതിൽ 1,43,33,499 പേർ സ്ത്രീകളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല പോളിംഗ് ബൂത്തുകളിൽ സുഗമമായ നടത്തിപ്പിനടക്കമുള്ള ആവശ്യങ്ങൾക്കായി എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 13,272 കേന്ദ്രങ്ങളിലായി ഒരുക്കിയ 25,231 ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾ നടക്കും. അതിനായി ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 1,00,000-ലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെ ക്രമീകരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന 437 ബൂത്തുകൾ എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളോടൊപ്പം മണക്കാട് സ്കൂളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചേരുകയാണ്. എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലേക്ക് എത്തി. തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലേക്ക് എത്തി. പോളിംഗ് സാമഗ്രികളെല്ലാം ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു. എല്ലാ പോളിംഗ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ വോട്ടെടുപ്പിന് വേണ്ട തയ്യാറെടുപ്പുകൾ പൂർണ്ണമാക്കി ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണ്. ഈ കൊടും ചൂടാണ്. അപ്പോൾ ഈ എത്തുന്ന വോട്ടർമാർക്കുള്ള പ്രത്യേക ക്രമീകരണമൊക്കെ ഇവിടെ കാണാം. തീർച്ചയായിട്ടും ഇവിടെ നിലവിൽ ഈ വർഷം ഈ കൊടും ചൂട് മാത്രം പ്രമാണിച്ച് തന്നെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടേഴ്സിന് ക്യൂ നിൽക്കുന്നതിന് ടണൽ പന്തൽ ഒരുക്കുന്നതിന് വേണ്ട സജ്ജീകരണം പോലും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ എണ്ണം നോക്കിയാൽ 30,238 അതും ഒരു കൗതുകമായി മാറുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മണക്കാട് സ്കൂളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രത്യേക തണൽപ്പന്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള സംവിധാനം അടക്കം ഇക്കുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതും നമുക്കറിയാം. കൊടും ചൂടാണ്. സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പൊരിവെയിലത്തായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയത്. പക്ഷേ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് അവർക്ക് സുഖമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു വശത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ ആളിക്കത്തുന്നു. അതിന് ഈ അവസാന നിമിഷം പോലും അവസാന മണിക്കൂറുകൾ പോലും ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ സുരക്ഷയും ഇക്കുറി കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അങ്ങനെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. 75% ബൂത്തുകളിലുമായി തത്സമയ നിരീക്ഷണ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിലും
എല്ലാ തരത്തിലുള്ള സൂക്ഷ്മതയും പുലർത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ചെയ്തതിനോട് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. അതിനുശേഷം ആര് ഇന്ത്യ ഭരിക്കണം എന്നുള്ളതിൽ കേരളത്തിന്റെ വിധിയെടുത്ത് നമുക്ക് കാണാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ 3 മുന്നണികളും ശക്തമായിട്ടുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ നേടിയിട്ടുള്ള BJP അവർ പറയുന്നത് എല്ലാ തരത്തിലും ഒരു അട്ടിമറി വിജയം പല മണ്ഡലങ്ങളും തങ്ങൾ നടത്തുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ രാഷ്ട്രീയമായി പ്രാധാന്യം കൂടിയുള്ള തെരഞ്ഞെടുപ്പിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 7 മണി മുതൽ വോട്ട് ചെയ്ത് തുടങ്ങാം. SK. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. വിജയകുമാർ, ഇനി നമുക്കൊന്ന് വടകരയ്ക്ക് പോയാൽ അതിശക്തമായ മത്സരം നടന്ന മണ്ഡലമാണല്ലോ. അപ്പൊ ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. അവിടെ ശബ്ദായമാന അന്തരീക്ഷവും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവിടെ ദീപക് തർമ്മട എത്തിയിട്ടുണ്ട്. ദീപക് തർമ്മട നമുക്കൊപ്പം ചേരുന്നു. ദീപക്, വടകരയിൽ വഴി നടക്കുമ്പോൾ എന്തൊക്കെയാണ് അല്ലേ അറിയാൻ കഴിഞ്ഞത്? കേട്ടതും കണ്ടതും എന്താണ്, പറയൂ. വെരി ഗുഡ് ഈവനിങ്. തെരഞ്ഞെടുപ്പിന്റെ ഉത്സവം, ആ ജനാധിപത്യത്തിന്റെ ഉത്സവം നാളെയാണ്. പക്ഷേ എന്നാൽ അതിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആദ്യം രാജേഷ് വെള്ളരിക്കുണ്ടിന്റെ ക്യാമറ മാത്രമല്ല, ഇവിടെ ഇതാ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ക്യാമറ കാണാം. എല്ലാ ബൂത്തിലും ഇതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ക്യാമറ ഉണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ കാണാം, ഇതാ ജനാധിപത്യം സൂക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പിന്റെ പെട്ടിയാണിത്, ഇലക്ട്രോണിക് ബാലറ്റ് പെട്ടി. ഇപ്പുറത്തേക്ക് കാണാം നമുക്ക് കുറേ അധ്യാപകർ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഇവിടെയാണ് നമ്മളെ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത്. രഹസ്യ സ്വഭാവത്തിൽ വോട്ടിംഗ് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെങ്കിലും അതിന്റെ മുന്നൊരുക്കങ്ങളാണ്. എവിടം വരെയായി ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഒരുക്കങ്ങളൊക്കെ. എത്ര മണിക്കാണ് ആദ്യം മോക്ക് പോളിംഗ്, അത് കഴിഞ്ഞ് പെട്ടി സീൽ ചെയ്യൽ? 9:30, പിന്നെ 5:30 മോക്ക് പോളിംഗ്. അതിനുശേഷം 7 മണിയാകുമ്പോഴത്തെ നമ്മൾ സീലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 7 മണിക്ക് കൃത്യം വോട്ടെടുപ്പ്. 7 മണിക്ക് ആദ്യ വോട്ടർ വോട്ട് ചെയ്യാൻ എത്തുന്ന സാഹചര്യത്തിലായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നമ്മളെ ഒരുക്കങ്ങളെ പൂർത്തിയായിട്ടുണ്ട്. ഈ ബൂത്ത് ഏജന്റുമാരൊക്കെ വന്ന് അവരുടെ അപേക്ഷാപൂർവ്വങ്ങളൊക്കെ പൂരിപ്പിച്ച് തന്നിട്ടുണ്ട്. ടീച്ചറോടൊന്നും ചോദിച്ചില്ല. ടീച്ചർ ഒക്കെ സുഖമായിട്ട് പോകുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നതെല്ലാം. SKN വളരെ സിസ്റ്റമാറ്റിക് ആയി ഒരു ബൂത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ബൂത്തിൽ നിന്നും പുറത്തേക്ക് പോകണം രാജേഷ്, അല്ലെങ്കിൽ രാഷ്ട്രീയം ബൂത്തിനകത്ത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് SKN ബൂത്തിന് പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ ബൂത്തിന് പുറത്ത് നിന്ന് പറയുമ്പോൾ വടകര അക്ഷരാർത്ഥത്തിൽ, ഞാൻ നേരത്തെ എല്ലാ ദിവസങ്ങളിലും പറയാറുള്ളതാണ്, ഈ കളരിയുടെ അങ്കത്തട്ടാണെന്ന്. അതിനേക്കാൾ വലിയ അത്രയ്ക്കും വലിയ വീറും വാശിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഒരു ഭാഗത്ത് രണ്ട് പക്ഷത്തും ആ മുന്നണിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുകയാണ്. KK ശൈലജ ടീച്ചർ വലിയ ആവേശം തീർക്കുകയാണ്. ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള പ്രചരണമായിരുന്നു കണ്ടത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മറ്റൊന്ന് ഷാഫി പറമ്പിൽ, അതായത് UDFന്റെ സിറ്റിംഗ് സീറ്റ് വടകര മണ്ഡലം ഏതർത്ഥത്തിലും പിടിക്കും എന്നുറപ്പിച്ചാണ് ഇടതുമുന്നണി. എന്നാൽ വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലാണ് UDFും. ഏതായാലും SKN വടകരയിൽ ഇക്കുറി കാര്യങ്ങൾ പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. SKN വിജയകുമാർ. വടകരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കായിരുന്നു ദീപക്. അവിടെയൊക്കെ SK നിന്ന് രാവിലെ തന്നെ ഈ സാമഗ്രികളൊക്കെ വാങ്ങിയ ആളുകൾ ബൂത്തിലേക്ക് പോയി. ബൂത്തെല്ലാം സജ്ജമാണ്. ഇനി രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ്, 7 മണിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ തന്നെ ക്യൂ നിൽക്കണം. കാരണം എനിക്ക് തോന്നുന്നത് ഈ വെയില് ഉറക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് നമുക്ക് പറയുന്നത് രാവിലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യും. നമ്മൾ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അപ്പൊ നിങ്ങളൊക്കെ നേരത്തെ ചെന്ന് ക്യൂ നിന്ന് 7 മണിക്ക് അങ്ങ് തുടങ്ങണം അല്ലേ? നേരത്തെ അങ്ങ് വോട്ട് ചെയ്ത് തീർക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൊച്ചിയിൽ എന്താ നടക്കുന്നത് ചോദിക്കാം. കൊച്ചി നഗരത്തിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, പറയൂ വിവരങ്ങൾ. SKN മധ്യ കേരളത്തിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഞാൻ നിലവിലുള്ളത് തൃക്കാക്കരയിലാണ്, ഭാരത് മാതാ കോളേജിലെ ബൂത്തിലാണ്. 3 ബൂത്തുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന നടപടിയിലാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളത്. 3 ബൂത്തുകളിലായി ഏകദേശം 2000-ലധികം വോട്ടർമാർ ഈ ബൂത്തിലേക്ക് എത്തും വോട്ട് ചെയ്യാൻ. അവർക്ക് വേണ്ട പ്രത്യേക ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കനത്ത ചൂടാണ്, അതുകൊണ്ട് ഈ ചൂടത്തും ആളുകൾക്ക് ഇവിടെ വന്ന് സുഗമമായി ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നതിന് ഒരു പന്തൽ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായി ബൂത്തുകൾ തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനവട്ട ഒരുക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. മധ്യ കേരളത്തിലേക്ക് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ മധ്യ കേരളം എപ്പോഴും UDFന് ശക്തമായ മേൽക്കൈയുള്ള പ്രദേശമാണ്. UDF എല്ലാ കാലത്തും മധ്യ കേരളത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019-2014 ഒക്കെ UDFന് വലിയ രീതിയിൽ തുണച്ച ഒരു മേഖലയാണ് മധ്യ കേരളം. അവിടെ ഏറ്റവും ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂര്, അതോടൊപ്പം കോട്ടയം, ഇടുക്കി പോലുള്ള മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ മത്സരം നടക്കുന്നു. കോട്ടയത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് തമ്മിലാണ് പോരാട്ടമെങ്കിലും അവിടെ
അവിടെ തുഷാർ വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ട് ഏറെ നിർണായകമാകും. അത് ഏത് മുന്നണിയിലേക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യം അവിടെയുണ്ട്. അങ്ങനെ പ്രവചനാതീതമാണ് കോട്ടയത്തെ കാര്യം. തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തൃശ്ശൂർ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും ഗ്ലാമർ പോരാട്ടമെന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടമെന്ന് പലകുറി വിശേഷിപ്പിച്ച തൃശ്ശൂർ മണ്ഡലമുണ്ട്. അവിടെ സുരേഷ് ഗോപിയാണോ സുനിൽകുമാറാണോ കെ മുരളീധരനാണോ മുൻതൂക്കം ലഭിക്കുക എന്നറിയേണ്ടതുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോഴാണ് ഒരുപക്ഷെ UDF വലിയ ആശ്വാസം നൽകുന്ന ഒരു മണ്ഡലം. നമ്മുടെ സർവേയിൽ ഉൾപ്പെടെ ഹൈബീഡിന് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇടതുപക്ഷമാകട്ടെ ഈ UDF ഉരുക്കുകോട്ടകളിലെല്ലാം തങ്ങൾ തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസം അവർ പങ്കുവെക്കുന്നു. 2019 ഒരു സാഹചര്യമല്ല നിലവിൽ. 2019 തങ്ങൾക്കേറ്റ തിരിച്ചടി, തങ്ങൾ എല്ലാ തിരിച്ചടികളും മറികടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ത്രീ വോട്ടുകൾ ഉൾപ്പെടെ തിരിച്ചു വന്നു. അതിന്റെ എല്ലാ ശുഭാപ്തി വിശ്വാസവും LDF ക്യാമ്പിലുണ്ട്. NDA ആകട്ടെ മധ്യ കേരളത്തിൽ നിർണായക ശക്തിയാകാൻ പല മണ്ഡലങ്ങളിൽ അവർക്ക് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിക്കുന്ന വോട്ടുകൾ അത് ഇരു മുന്നണികൾക്കും വലിയ, ഒരുപക്ഷെ ശോഭ അട്ടിമറി പോലും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം ആണ്. BJP അട്ടിമറി പോലും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. കോട്ടയത്തേക്ക് എത്തുമ്പോൾ തുഷാർ വലിയ ഗ്രിപ്പുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് കൃഷ്ണകുമാർ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും വലിയ, നേരത്തെ UDF ഉരുക്കുവോട്ടിംഗ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ മൂന്ന് മുന്നണികൾക്കും നിർണായകമായി ശക്തമായ പോരാട്ടം മധ്യ കേരളത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് SKN വിജയകുമാർ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.